നീതിമാനായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സ്വർഗീയമായ അനുഭവങ്ങളിൽ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയമായ അരുളപ്പാടുകൾ നമുക്ക് എല്ലാം ഒരു വിഷയം ശ്രദ്ധിക്കാൻ കഴിഞ്ഞെന്ന് വരികയില്ല, എല്ലാം പ്രമാണിപ്പാനും കഴിഞ്ഞു എന്ന് വരികയില്ല. സ്തോത്രം. നിത്യനായ ദൈവം നമുക്ക് നൽകുന്ന ദൈവിക ആലോചനകൾക്ക് അനുസരണമായ പ്രവൃത്തികളെ തികപ്പാനായിട്ട് നമ്മളെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കി തീർക്കുന്നതിന് മതിയായ വിധത്തിൽ നമ്മുടെ സമർപ്പണങ്ങൾ ആ വചനത്തിന് മുൻപാകെ ഉണ്ടെങ്കിൽ ആ സമർപ്പണം ഒരു ശുദ്ധീകരണ മേഖലയിലേക്ക് നമ്മളെ നയിക്കുകയും കർത്താവ് ഇച്ഛിക്കുന്ന നിലവാരത്തിൽ നമ്മളിൽ ആ പണി നടക്കുവാനും ഇടയാകും. ലേവ്യ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 12-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം നമുക്ക് പ്രാരംഭമായി വായിക്കാം. ലേവ്യ പുസ്തകം 12-ാം അധ്യായം 6-ാമത്തെ വാക്യം. മകന് വേണ്ടിയോ മകൾക്ക് വേണ്ടിയോ അവളുടെ ശുദ്ധീകരണകാലം തികഞ്ഞ ശേഷം അവൾ 1 വയസ്സ് പ്രായമുള്ള ആട്ടിൻകുട്ടിയെ ഹോമയാഗത്തിനായിട്ടും 1 പ്രാവൻ കുഞ്ഞിനെയോ 1 കുറുപ്രാവിനെയോ പാപയാഗത്തിനായിട്ടും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം. 8-ാമത്തെ വാക്യം. ആട്ടിൻകുട്ടിക്ക് അവളുടെ പക്കൽ വകയില്ല എങ്കിൽ അവൾ 2 കുറുപ്രാവിനെയോ 2 പ്രാവൻ കുഞ്ഞിനെയോ ഒന്നിനെ ഹോമയാഗത്തിനും മറ്റേതിനെ പാപയാഗത്തിനുമായി കൊണ്ടുവരണം. പുരോഹിതൻ അവൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം, എന്നാൽ അവൾ ശുദ്ധയാകും. മലിനസമായ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ മുൻപാകെ ശുദ്ധയായി നിൽക്കേണ്ടതിന് ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത ചട്ടം, ആ ചട്ടത്തിൽ മനുഷ്യന് വകയനുസരിച്ച് മനുഷ്യൻ്റെ പ്രാപ്തി അനുസരിച്ച് ആ ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ പൂർവ്വകാലത്തിൽ തന്നെ ദൈവം വ്യവസ്ഥ ചെയ്തതാണ് നമ്മളിവിടെ ലേവ്യ പുസ്തകത്തിൽ വായിക്കുവാനായിട്ടിടയായത്. സ്തോത്രം. ആട്ടിൻകുട്ടി പണമൊടുക്കിയുള്ള ഒരു യാഗ അർപ്പണത്തിന് വേണ്ടി, ശുദ്ധീകരണത്തിന് വേണ്ടി ഒരു ദൈവനിയമം വച്ചു. എന്നാൽ 8-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, ആട്ടിൻകുട്ടിക്ക് അവളുടെ പക്കൽ വകയില്ല എങ്കിൽ അവൾ 2 കുറുപ്രാവിനെയോ 2 പ്രാവൻ കുഞ്ഞിനെയോ ഒന്നിനെ ഹോമയാഗത്തിനും മറ്റേതിനെ പാപയാഗത്തിനുമായി കൊണ്ടുവരണം. പുരോഹിതൻ അവൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം, എന്നാൽ അവൾ ശുദ്ധയാകും. ഓർത്തുകൊള്ളണം, നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മണവാട്ടിയായി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അരുമ മണവാളനായ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു, തേജോമയനായ ദൈവത്തിൻ്റെ ഏകാത്മജൻ, സങ്കീർത്തനം 12:6 വായിക്കുന്നത് പോലെ, ആമേൻ, ദൈവത്തിൻ്റെ വചനം നിർമ്മലമാണ്, അത് നിലത്ത് ഉലയിൽ 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ. അങ്ങനെ മാറ്റുരയ്ക്കപ്പെട്ട് സ്വർഗീയമായ തേജസ്സിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് വേണ്ടി നീതിമാനായ ദൈവം ഒരുക്കിയ മണവാട്ടിയാണ് സത്യസഭ. സഭയ്ക്ക് വേണ്ടതുപോലെ യാഗർപ്പണം നടത്തുവാനോ കർമ്മക്രിയാദികളിലൂടെ ശുദ്ധീകരണം വരുത്തുവാനോ ശേഷിയില്ലാതെ വരുന്ന കാരണത്താൽ പൂർവ്വകാലത്തിൽ അക്ഷരികമായ ന്യായപ്രമാണ നിയമവ്യവസ്ഥ കാലഘട്ടത്തിൽ തന്നെ അവർക്ക് ഇളവ് കൊടുക്കുവാനിടയായത് നമ്മൾ വായിക്കുവാനിടയായി. 2 കുറുംപ്രാവിനെയും 2 പ്രാവിൻ കുഞ്ഞിനെയോ, ഒന്നുകിൽ 2 കുറുംപ്രാവ് അല്ലെങ്കിൽ 2 പ്രാവിൻ കുഞ്ഞ്. അത്രയധികം ആ യാഗാർപ്പണത്തിന് അവർക്ക് സരളമായി, അവർക്ക് ഈസിയായി ഏതൊരു സാധുവായവനും ചെയ്യുവാൻ കഴിയുന്ന അളവിൽ സാധുവായ ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ വളരെ ചിലവ് കുറഞ്ഞ ഒരു യാഗാർപ്പണത്തിലൂടെ ദൈവം മുൻപാകെ വിശ്വസ്തയായി നിൽക്കുവാൻ കഴിയുന്ന ഒരു ശുദ്ധീകരണ നിയമം ദൈവം അവർക്ക് കൊടുക്കുവാനായിട്ട് ഇടയായി. അങ്ങനെയാണെങ്കിൽ രക്ഷ നമുക്ക് സൗജന്യമായി ദാനം നൽകുകയിൽ ആ രക്ഷയും നിമിത്തം നമുക്ക് ലഭിക്കപ്പെടേണ്ട ശുദ്ധീകരണത്തിൻ്റെ വ്യവസ്ഥയും ദൈവം എത്രയധികം ദൈവസഭയ്ക്ക് വേണ്ടി ഇളവാക്കി നൽകുവാനിടയായി. കഴിഞ്ഞ തലമുറയിൽ ഒന്നുകൂടെ പറഞ്ഞാൽ, ഇസ്രായേൽ സഭയ്ക്ക് ദൈവം കൊടുത്തൊരു പ്രമാണമായിരുന്നു സത്യസഭയ്ക്ക് ദൈവം നൽകിയിരുന്നതെങ്കിൽ നമ്മുടെയൊക്കെ ഊപ്പാട് വന്നു പോയേനെ. ഹല്ലേലൂയ. സത്യത്തിൽ നമ്മൾ ഇന്ന് എത്ര പേര് ഇവിടെ ജീവിച്ചിരിക്കുമായിരുന്നു? ആ ഒരു പ്രമാണമായിരുന്നു ഇന്ന് സത്യസഭയ്ക്ക് ദൈവം നൽകിയിരുന്നതെങ്കിൽ. ന്യായപ്രമാണം മോശ നിമിത്തം വന്നു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. അതിനകത്ത് കൃപ എന്നൊരു പദം ഇല്ലായിരുന്നെങ്കിൽ, യേശുക്രിസ്തുവിൻ്റെ രക്ഷകൻ വീണ്ടെടുപ്പിലൂടെ മനുഷ്യകുലത്തിന് നൽകിയിരിക്കുന്ന ഈ ജീവൻ്റെ പുതുവഴിയിൽ കൃപ എന്നൊരു വാക്ക് ദൈവം ചേർത്തിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുകയില്ല. കാരണം അക്ഷരം കൊല്ലും, ആ കൊല്ലുന്ന പ്രമാണമാണ് അന്നുള്ളത്. കല്ലെറിഞ്ഞ് കൊല്ലുന്ന പ്രമാണമാണ് അന്നുള്ളത്. അവൻ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, യാതൊരു മറ്റൊരു വ്യവസ്ഥയൊന്നുമില്ല. കൃപ എന്ന ഒരു വിഷയം അവിടെ 7 അയലത്ത് പോലും വെളിപ്പെടുവാനിടയാകുന്നില്ല. എന്നാൽ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ
പാപത്തിൻ്റെ ശാപത്തിൽ നിന്ന് ആ രക്തത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങിയപ്പോൾ അതിൻ്റെ അകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്വർഗീയ വ്യവസ്ഥയാണ് കൃപ. ആ കൃപയുടെ ആഴമേറിയ പരിജ്ഞാനം നാം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞൊടുക്കാതിരിക്കുകയില്ല. ആ കൃപ എന്ന വ്യവസ്ഥ എന്തുമാത്രം വില കൊടുത്തുകൊണ്ടാണ് നീതിമാനായ ദൈവം മനുഷ്യ കുലത്തിന് മുൻപാകെ വച്ചിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഹല്ലേലൂയ, നമുക്ക് ഒരിക്കലും നന്ദിയില്ലാതെ ജീവിക്കുവാൻ കഴിയുന്നതല്ല. ഇടതടവില്ലാതെ സ്തുതിസ്തോത്രങ്ങളെ അർപ്പിച്ച് നിരന്തരമായ യാഗാർപ്പണങ്ങൾ നടത്തിയ ആ യഹൂദ മത അനുസാരികൾക്ക് രക്ഷാഭൂത്തീകരണം പ്രാപിക്കാതെ പോയപ്പോൾ പ്രിയമുള്ളവരെ, അതിൻ്റെ 7 അയലത്ത് പോലും നമുക്ക് എത്തി നോക്കുവാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്ന നമുക്ക് സൗജന്യമായി ഒരുക്കി നൽകിയ രക്ഷയിൽ മറഞ്ഞിരിക്കുന്ന ആ കൃപ എന്തുമാത്രം ഇളവാണ് ദൈവം നമുക്ക് ആ വ്യവസ്ഥയിൽ നൽകിയിരിക്കുന്നത് എന്ന കാര്യം നാം അറിയാതിരിക്കരുത്. അതുകൊണ്ട് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ തന്നെ നമുക്ക് ആ വേദഭാഗം വായിക്കാം. കൊരിന്ത്യർക്കെതിരെ 2-ാമത്തെ ലേഖനത്തിലേക്ക് വരാം. 2 കൊരിന്ത്യർ 8-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. അതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്? കൃപ എന്ന് പറയുമ്പോൾ എൻ്റെ കർത്താവ് സമ്പന്നനായിരുന്നു, അവൻ എനിക്ക് വേണ്ടി ദരിദ്രനായി എന്ന് പറഞ്ഞാൽ ഞാൻ സമ്പന്നൻ ആകേണ്ടതിന് അവൻ്റെ സമ്പത്ത് എനിക്ക് നൽകി. സമ്പത്ത് എന്ന് പറയുമ്പോൾ അവൻ്റെ ജീവനാണ് നമുക്ക് നൽകിയത്. അതാണ് കൃപ. കൃപ എന്ന് പറയുമ്പോൾ നമ്മുടെ അന്തരംഗം മന്ത്രിക്കേണ്ടത് ഞാൻ സമ്പന്നൻ ആകേണ്ടതിന് എൻ്റെ കർത്താവ് ദരിദ്രനായി തീർന്നു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന്, നാം സമ്പന്നർ ആകണമെങ്കിൽ അവൻ ദരിദ്രനായി തീരുന്നപ്പെട്ടു. യേശു കർത്താവ് സ്വർഗത്തിൽ പുത്രൻ്റെ ആത്മാവായി പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് സമ്പത്തുണ്ടാകുകയില്ല. അതുകൊണ്ട് അവൻ ജഡവതാരമെടുത്ത് ഭൂമിയിലേക്ക് വന്നു, അവൻ ദരിദ്രനായി തീർന്നു. ആ സ്വർഗീയ സന്തോഷത്തിന് നാം അവകാശികളും അംശികളുമായി മാറേണ്ടതിന് സമ്പന്നനായ ദൈവത്തിൻ്റെ ഏകാത്മജൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്നു. അങ്ങനെയാണെങ്കിൽ പഴയ നിയമ കാലഘട്ടത്തിൽ നാം ലേവ്യ പുസ്തകത്തിൽ വായിക്കുമ്പോൾ ആ സ്ത്രീക്ക് ഒരു ആട്ടിൻകുട്ടിയെ കൊടുക്കുവാൻ നിവൃത്തിയില്ല എങ്കിൽ 2 കുറുംപ്രാവിനെയോ 2 പ്രാവിൻ കുഞ്ഞിനെയോ എന്ന് പറയുമ്പോൾ അനധിവിദൂര ഭാവിയിൽ മനുഷ്യകുലത്തിൻ്റെ പൂർണ്ണതയുള്ള ഉത്ഥാനത്തിന് വേണ്ടി അരിമമണവാളനായ സർവശക്തനായ ദൈവത്തിൻ്റെ സമ്പത്തിൻ്റെ ഏകാവകാശിയായ വാഴ്ത്തപ്പെട്ട കർത്താവ് ദരിദ്രനായി ഈ ഭൂമിയിലേക്ക് വന്ന് അവൻ തൻ്റെ ശരീരത്തിൽ ആ ശുശ്രൂഷ ചെയ്ത് നമ്മെ സമ്പന്നരാക്കും എന്നുള്ള ഒരു ധ്വനിയാണ് ലേവ്യ പുസ്തകത്തിൽ മറഞ്ഞു കിടക്കുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവിലൂടെ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവം നൽകാൻ പോകുന്ന ആ സ്വർഗീയ സമ്പത്തിനെ കുറിച്ച് ഗ്രഹിപ്പാൻ കഴിയാത്ത അവസ്ഥയിൽ അവരുടെ ഹൃദയം മന്ദമായിരുന്നു, അവരുടെ ഹൃദയം അടഞ്ഞിരുന്നു, അവരുടെ ഹൃദയം തടിച്ചിരുന്നു. ഇന്ന് പകൽ ആത്മാവ് നമ്മോട് സംസാരിക്കുമ്പോൾ ദൈവരാജ്യം സംബന്ധിച്ച് സത്യസഭയ്ക്കായി ദൈവം നൽകിയിരിക്കുന്ന ഈ സൗജന്യമായ കൃപയുടെ പിൻപിൽ മറഞ്ഞിരിക്കുന്ന സ്വർഗീയമായ ഉദ്ദേശത്തെ ഹൃദയപൂർവ്വം ഗ്രഹിച്ച് ആ ദൈവത്തിൻ്റെ ഹിതം അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം നമ്മളെ ഹൃദയപൂർവ്വം സമർപ്പിപ്പാൻ ആത്മാവായവൻ നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. മനുഷ്യൻ്റെ ജീവിത സാഹചര്യം അനുസരിച്ച് അവന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ ദൈവം കൃപ നൽകിയിരിക്കുന്നു. ദരിദ്രനാകട്ടെ, ധനവാനാകട്ടെ, താഴ്ചയുള്ളവനാകട്ടെ, ഉയർച്ചയുള്ളവനാകട്ടെ, സമൂഹത്തിൻ്റെ ഏത് ഏറ്റക്കുറച്ചിലുകളിലും ജീവിക്കുന്നവനാകട്ടെ, ഏതു മനുഷ്യനും ദൈവത്തിന് മുൻപാകെ അടുത്തു വരുവാൻ ഒരു വഴി ദൈവം വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഏതു സാഹചര്യത്തിലുമായിരുന്നാലും, പ്രായമുള്ളവനായാലും പ്രായമില്ലാത്തവനായാലും ഒരു വഴി ദൈവം വച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഏതൊരു മനുഷ്യനും ദൈവത്തിന് മുൻപാകെ വിശ്വസ്തനായി ശുദ്ധിയോടുകൂടെ അടുത്ത് വരുവാൻ തക്കവണ്ണം ദൈവം ഒരു വഴി വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആ വഴിയെക്കുറിച്ചുള്ള അവബോധമാണ് നമുക്ക് പ്രത്യാശയും നമ്മുടെ ഉള്ളിൽ ധൈര്യവും നൽകുവാനിടയാകുന്നത്. ഹല്ലേലൂയ. ആ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് സമ്പന്നത ആകേണ്ടതിന്, ഹല്ലേലൂയ, നമ്മൾ സമ്പന്നന്മാരാകുന്നത് ഓർത്തുകൊള്ളണം. നമുക്ക് ഈ ഭൂമിയിൽ ന്യായമായി ദൈവം നന്മകൾ നൽകാറുണ്ട്. ഒരുപക്ഷെ ദരിദ്രനെ കുപ്പിൽ നിന്ന് ഉയർത്തുന്ന പഴയ നിയമ പ്രമാണം അനുസരിച്ച് നമുക്ക് ഈ ഭൂമിയിൽ നമുക്ക് സമ്പത്ത് ഉണ്ടായെന്ന് വരാം.
പക്ഷേ എല്ലാവർക്കും അത് ഇല്ല എന്ന കാര്യം ഓർത്തു കൊള്ളണം. സ്തോത്രം. ചിലരെ ദൈവം ഏറ്റവും ദരിദ്ര അവസ്ഥയിൽ നിന്ന് ഉയർത്തി ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന് ലോകത്തെ അറിയിക്കേണ്ടതിന് കർത്താവ് ആ കാര്യം ചെയ്യാറുണ്ട്. എന്നാൽ ഇന്നും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്ത ദരിദ്രന്മാരായിരുന്ന ആൾക്കാരൊക്കെ ധനവാന്മാരായ ചരിത്രം നമുക്ക് അറിയാനായിട്ട് കഴിയും. സ്തോത്രം. അപ്പോൾ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നത് ദൈവമാണ്. പെന്തക്കോസ്തുകാരെ ഉയർത്തുമോ? യേശുവിൻ്റെ പ്രമാണത്തിലേക്ക് വരുന്നവനെ ഇങ്ങനെ കുപ്പയിൽ നിന്ന് ഉയർത്തി ഈ ലോകത്തിൻ്റെ ജനത്തിലെ ശ്രേഷ്ഠന്മാരോടുകൂടെ ഇരുത്തുന്ന ഒരു താൽക്കാലികമായ വ്യവസ്ഥയ്ക്കായിട്ടല്ല ഈ ഭൂമിയിലേക്ക് വന്നത്. അപ്പോൾ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി ജനത്തിലെ ശ്രേഷ്ഠന്മാരോട് കൂടെ ഇരുത്തുക എന്നൊരു ലക്ഷ്യമായിരുന്നുവെങ്കിൽ യേശുവിന് ഇത്ര പാടുപെട്ട് ഈ ഭൂമിയിലേക്ക് വരേണ്ട ആവശ്യമില്ല. യേശു ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപേ എത്രയോ ആൾക്കാരെ, സാധുക്കളായ എത്രയോ ആൾക്കാരെ ഉന്നതമായ മേഖലയിലേക്ക്, മരുഭൂമിയിൽ മലഞ്ചെരിവുകളിൽ ആടുകളെ മേയിച്ചുകൊണ്ട് പകലും വെയിലും കാറ്റും ചൂടും വെയിലുമെല്ലാം ഏറ്റുവാങ്ങി മുഖം മ്ലാനമായി വാടി സ്വന്തം സഹോദരന്മാർ അപ്പൻ്റെ കൂടെ, തൻ്റെ ദേശ സഹോദരന്മാരെല്ലാം അപ്പനോടുകൂടെ ആടിനും ആടും അറുത്ത് ആഹാരം കഴിക്കുമ്പോൾ ചേട്ടന്മാരോടെല്ലാം ആടുകളെ വഹിച്ചുകൊണ്ട് രാവെന്നോ പകലെന്നോ വ്യത്യാസം കൂടാതെ മരുഭൂമിയിലും മലഞ്ചെരുവിലും കാണുന്നോ വീഴുന്നോ വ്യത്യാസമില്ലാതെ ആടുകളെ മേയിച്ചുകൊണ്ട് പുൽപ്പുറത്തിൽ, ഇസ്രായേലിലെ പുൽപ്പുറങ്ങളിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ഒരു ബാലകൻ ആയിരുന്ന അരികിലേക്ക് തന്നെ ശമൂവേലിനെ കർത്താവ് അയച്ചവൻ്റെ തലയിൽ അഭിഷേകം നൽകി അവനെ ഇസ്രായേലിൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന് രാജാവാക്കി കൊണ്ടുവന്നുവെങ്കിൽ അങ്ങനെ ഒരു പ്രമാണം ദൈവത്തിന് ഈ ഭൂമിയിൽ മനുഷ്യരെ ചെയ്യുവാൻ വേണ്ടി യേശുവിനെ ഈ ഭൂമിയിൽ വരേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ യേശു ഈ ഭൂമിയിലേക്ക് വന്നത് എന്തുകൊണ്ടാണ്? ആ സാധുവായ സ്ത്രീ ഒരു ആട്ടിൻകുട്ടിയെ തൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടി യാഗാർപ്പണം നടത്തുവാൻ ശേഷിയില്ലാതെ പോയപ്പോൾ 2 കുറുംപ്രാവിനെയോ 2 പ്രാവിൻ കുഞ്ഞിനെയോ മാത്രം ആലയത്തിൽ കൊണ്ടുവന്നാൽ മതി എന്ന് പറയത്തക്കവണ്ണം ദരിദ്രരോട് ദൈവം കരുണ കാട്ടുവാൻ ഇടയായത് അവൻ അനീത വിരുദ്ധ പാപിയിൽ ഈ ഭൂമിയിൽ ഈ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഇളകാത്ത ഒരു രാജ്യം സ്ഥാപിക്കും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു ഈ ഭൂമിയിൽ സ്ഥാപിക്കാൻ പോകുന്ന രാജ്യത്തിലാണ് നമ്മൾ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴുള്ള നിങ്ങളുടെ ഈ താൽക്കാലികമായ വാസത്തിൽ നിങ്ങളുടെ ബന്ധുക്കളാലോ മിത്രങ്ങളാലോ സ്നേഹിതന്മാരാലോ നിങ്ങൾ ഏതെങ്കിലും നിലയിൽ അപമതിക്കപ്പെടുന്നുവെങ്കിൽ, നിങ്ങൾ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുവെങ്കിൽ, നിങ്ങൾ മാനസികമായി മുറിവുകൾ അനുഭവിക്കപ്പെടുന്നുവെങ്കിൽ, കർത്താവേ ഇവനൊക്കെ നോക്കി നിൽക്കേ, എന്നെ മാനിക്കണമേ കർത്താവേ, ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ നടുവിൽ എന്നെ മാനിക്കും, ഞാൻ ജീവനുള്ള ദൈവത്തെയാണ് സേവിക്കുന്നത് എന്ന് പറഞ്ഞ് ജഡത്തിനുള്ളത് ചിന്തിക്കാതെ നാം ജഡത്തിനുള്ളതല്ല ദൈവത്തിനുള്ളത് ചിന്തിക്കത്തക്കവണ്ണം നമ്മുടെ പിതാവായ ദൈവം തൻ്റെ ഏകാത്മജനെ ഈ ഭൂമിയിലേക്ക് അയച്ച് ഈ ലോകത്തിൻ്റെ ഭരണം ഏറ്റെടുത്ത് അവൻ്റെ പ്രജകൾ എന്നല്ല, അവൻ്റെ അധികാരികളായി, അവൻ്റെ ഓഫീസേഴ്സായി, അവൻ്റെ ഉദ്യോഗസ്ഥന്മാരായി, അവൻ്റെ പുരോഹിതന്മാരായി, അവൻ്റെ രാജാക്കന്മാരായി, ഓരോ പ്രവിശ്യകൾ ഭരിക്കുന്ന രാജാക്കന്മാരായി അവനോടുകൂടെ രാജ്യത്തെ ഭരിക്കുവാനും വാഴുവാനും തക്കവണ്ണമുള്ള ഉന്നതമായ വിളിയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ആ വലിയ സന്തോഷം ഓർത്ത് ഈ കാലഘട്ടത്തിലെ അപമാനത്തെ അലക്ഷ്യമായി എണ്ണി ഈ ഭൂമിയിലെ പ്രവാസകാലം ഭയഭക്തോടുകൂടെ പൂർത്തീകരിക്കുക. അതിനായിട്ടാണ് ദൈവം നമ്മൾ വിളിച്ചിരിക്കുന്നത്. ആ വിളിയുടെ ആഴമേറിയ പരിജ്ഞാനം ഏറ്റുവാങ്ങി ഈ ഭൂമിയിലെ പ്രവാസകാലം പൂർത്തീകരിപ്പാൻ ആത്മാവായവൻ നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. റോമാലേഖനം 8-ാം അധ്യായം 32-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അവനോടുകൂടെ സകലതും നമുക്ക് നൽകാതെ ഇരിക്കുമോ? ഓ ദൈവത്തിൻ്റെ മഹത്വം, ഹല്ലേലൂയ. ദൈവം നമുക്ക് നൽകുന്ന ഈ ഭൂമിയിലെ വാഗ്ദത്തം എന്ന് പറയുമ്പോൾ തീപ്പൊട്ടി കത്തിച്ചൊരിച്ച് കത്തിക്കുമ്പോൾ ചാരമാകുന്ന വാഗ്ദത്തമല്ല സ്വർഗീയമായത്. അത് നിലനിൽക്കുന്നതാണ്. നമ്മൾ ഈ അനുഗ്രഹമെല്ലാം വിശ്വാസ കണ്ണൽ കാണുന്നത്. നമ്മൾ ഈ ഭൂമിയിലാണ് നമ്മൾ ഈ അനുഗ്രഹമൊക്കെ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഓർത്തുകൊള്ളണം, നമുക്കിത് 70, 80, 90 വർഷം മാത്രമേ നമുക്കിത് കൈവശം വച്ച് നമുക്കിത് അനുഭവിക്കാൻ കഴിയുള്ളൂ. പിന്നെ നമ്മൾ ചത്താൽ അത് ആരനുഭവിക്കാൻ നമുക്ക് പോലും അറിയാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ മഹത്വം, പൊന്നുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോൾ എന്തെങ്കിലും അനുഗ്രഹം നിങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുവെങ്കിൽ, കർത്താവേ എനിക്ക് ഈ രാജ്യത്തിൽ വേണം, വരാൻ പോകുന്ന രാജ്യത്തിൽ എനിക്ക് ആ അനുഗ്രഹം മതി. ആ അനുഗ്രഹം വരാൻ പോകുന്ന രാജ്യത്തിൽ കിട്ടിയുള്ള ഗുണം എന്താണ്? 1, 1000 വർഷം വച്ച് അനുഭവിക്കാം. 2, 1000 വർഷം കഴിഞ്ഞാലും യുഗായുഗം നമുക്ക് മരണമില്ല. ആത്മാക്കൾക്ക് മരണമില്ലാത്ത വാസമാണ്. യുഗായുഗം ആ സ്വർഗീയ സമ്പന്നതയിൽ തന്നെ നമുക്ക് ജീവിക്കുവാൻ കഴിയും. ഈ ഭൂമിയിലാണ് നമ്മളത് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ആദ്യത്തെ 5 കൊല്ലം 10 കൊല്ലം നമ്മൾ ധനികന്മാരാണെങ്കിൽ അടുത്ത 10 കൊല്ലം നമ്മൾ തലകുത്തി നടക്കേണ്ടി വരും.
ഹല്ലേലൂയ. അടുത്ത 10 കൊല്ലം ചിലപ്പോൾ ഉയർന്നെന്ന് വരാം. അതിൻ്റെ അടുത്ത 10 വർഷം നമ്മൾ കണ്ണീര് കുടിക്കേണ്ടി വരും. അതിൻ്റെ അടുത്ത 10 വർഷം ബലമാണെങ്കിൽ അതിൻ്റെ അടുത്ത 10 വർഷം ശരീരം ബലഹീനമായിരിക്കും. ഇങ്ങനെ ഏറ്റക്കുറച്ചിലുകൾ ഉള്ള സമ്മിശ്രമായ ഒരു ജീവിതക്രമമാണ് ജഡത്തിൽ വസിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവം വിഭാവന ചെയ്തിരിക്കുന്നത്. അത് ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്, ദൈവരാജ്യത്തിൻ്റെ ഒരു തത്വമാണ്. നമ്മളത് മനസ്സിലാക്കണം. അതുകൊണ്ട് ക്ലേശത്തിന് പങ്കെടുക്കുവാൻ കഴിയുന്ന, രോഗത്തിന് അതിക്രമിച്ച് കയറുവാൻ കഴിയുന്ന, ഒരുപക്ഷെ ശാപത്തിന് അതിനെ കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന അളവിൽ ബലഹീനമായ മനുഷ്യൻ്റെ മർത്യ ശരീരം, ഈ ശരീരത്തിൽ വസിക്കുമ്പോൾ നമ്മൾ കാംക്ഷിക്കുന്ന അനുഗ്രഹം ശരീരം വിട്ട് പിരിയുമ്പോൾ അത് വിട്ടുപോകും. അതുകൊണ്ട് ശരീരം വിട്ടു പിരിഞ്ഞാലും നമ്മോടുകൂടെ നിലനിൽക്കുന്ന ശാശ്വതമായ അനുഗ്രഹത്തിനും അവകാശത്തിനുമായി നമ്മുടെ ഉള്ളം വെമ്പൽ കൊള്ളണം. പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, ഞാനിപ്പോൾ കഷ്ടം അനുഭവിക്കുകയാണ്, പക്ഷെ ഞാൻ അറിയുന്നു അങ്ങ് ഈ ഭൂമിയെ വാഴുമ്പോൾ എനിക്ക് നന്മ നൽകിയാൽ മതി. അങ്ങ് ഈ ഭൂമിയെ വാഴുവാനായി ഏറ്റെടുക്കുമ്പോൾ എനിക്ക് ഈ നന്മ മതി. ഈ ഭൂമിയിൽ ഇപ്പോൾ ഞാൻ വസിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന കഷ്ടങ്ങൾക്ക് മറുപടി എനിക്ക് ഇപ്പോൾ ഒന്നും വേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും കടന്നു പോയിക്കൊള്ളാം. പക്ഷേ അങ്ങ് ഈ ഭൂമിയിൽ വാഴുമ്പോൾ എനിക്ക് ആ അനുഗ്രഹം നൽകാൻ മതി. വരാൻ പോകുന്ന ലോകത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയാണ് ഈ ഭൂമിയിലെ ഏതുവിധ വൈതരണികളെയും വിശ്വാസത്താൽ അതിജീവിപ്പാൻ ദൈവം നമുക്ക് ശേഷി നൽകുന്നത്. ആ ശേഷിയെക്കുറിച്ചുള്ള ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. വരാൻ പോകുന്ന ലോകത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ ബലം നൽകും. ഹല്ലേലൂയ. ഈ ഭൂമിയിലെ കഷ്ടങ്ങൾ കടന്നു വരുമ്പോൾ വരാൻ പോകുന്ന പുതുവാന ഭൂമിയിൽ ദൈവം നമുക്ക് വച്ചിരിക്കുന്ന സൗജന്യമായ അവകാശവും അധികാരവും നന്മയും ഓർക്കുമ്പോൾ ഇപ്പോഴുള്ള ഈ നെടുനേരത്തേക്കുള്ള കഷ്ടം നമുക്ക് മറക്കുവാനിടയാകും. അതൊരു പ്രത്യേകമായ ഒരു കൃപയാണ്. ആ കൃപയിൽ മറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ വ്യവസ്ഥ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു സമ്പന്നനായിരുന്നിട്ടും അവൻ ദരിദ്രനായി തീർന്ന കൃപ. നമ്മെ സമ്പന്നരാക്കേണ്ടതിന് അവൻ ദരിദ്രനായി തീർന്നു. 1000 ആണ്ട് വാഴ്ചയിൽ സ്വർഗീയ തേജസ് കൊണ്ട് വാരി ചുറ്റപ്പെട്ടവരായി സ്വർഗീയ ശരീരങ്ങളെ ധരിച്ചുകൊണ്ട് സ്വർഗീയന്മാരെ പോലെ കൈപ്പണിയല്ലാത്ത നിത്യമായ ഭവനം മീതെ ധരിച്ചുകൊണ്ട് നീതിമാനായ ദൈവം നമുക്ക് വച്ചിരിക്കുന്ന ആ സ്വർഗീയമായ പദവിയെ വിശ്വാസ കണ്ണാൽ കണ്ടുകൊണ്ട് ഇപ്പോൾ നാം അതിജീവിക്കേണ്ട പ്രതിബന്ധങ്ങളെ വിശ്വാസത്താൽ അതിജീവിപ്പാണ്ടൊക്കെ വണ്ണമുള്ള ശേഷി കൃപയാൽ ഏറ്റുവാങ്ങേണ്ടതിന് കൃപയോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്തു വരിക. സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അവനോടു കൂടെ സകലവും. ആ വാക്കിന് അതിൻ്റെ അപ്പുറം മറ്റൊരു മലയാള വാക്കില്ല. സകലവും എന്ന് പറഞ്ഞാൽ ഇനി അതിൻ്റെ അകത്ത് വരാൻ കഴിയാത്ത ഏതെങ്കിലും കാര്യമുണ്ടോ? സകലവും എന്ന് പറഞ്ഞാൽ ആ മലയാള വാക്കിൻ്റെ അകത്ത് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത ദൃശ്യമായതാകട്ടെ അദൃശ്യമായതാകട്ടെ വന്നതാകട്ടെ വരുവാനുള്ളതാകട്ടെ സ്വർഗത്തിലുള്ളതാകട്ടെ ഭൂമിയിലുള്ളതാകട്ടെ എവിടെയുള്ളതാകട്ടെ ഏതെങ്കിലും ഒരു വിഷയം ഈ സകലവും എന്ന വാക്കിനകത്ത് ഉൾക്കൊള്ളുവാൻ കഴിയാത്തതായി ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ്റെ ജ്ഞാനത്തിൽ ഉണ്ടോ? അവനോടുകൂടെ കർത്താവ് തന്നെ സമ്പൂർണ്ണൻ ആണ്. കർത്താവിനെ തന്നെ നമുക്ക് നൽകിയാൽ അത് തന്നെ സമ്പൂർണ്ണമാണ്. ഇനി അവനോടുകൂടെ സകലവും, അതിനകത്ത് പിതാവുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ പിതാവ് തന്നെ നമ്മുടെ അവകാശമാണ്. ഞാൻ അവർക്ക് അവകാശമായിരിക്കേണ്ടതിന്. ലേവി ഗോത്രത്തിന് ദൈവം അവകാശം പങ്കിടാൻ വേണ്ടി വന്നപ്പോൾ അവർക്ക് കൊടുക്കാനൊന്നുമില്ലാതെ പോയി. കുഴപ്പമില്ല, ഞാൻ തന്നെ അവർക്ക് അവകാശമായിരിക്കും. ദൈവം നമ്മുടെ അവകാശമായി തീരുക. പുത്രനോടുകൂടെ സകലതും ഹല്ലേലൂയ നമുക്ക് നൽകാതിരിക്കുമോ? ഇപ്പോൾ താൽക്കാലികമായ നമ്മുടെ ഈ ജീവിതയാത്രയിൽ ജഡമനുഷ്യന് പല ആഗ്രഹങ്ങളുണ്ട്, അവന് പല മോഹങ്ങളുണ്ട്, അവന് പലത് കിട്ടിയാലും തൃപ്തനാകുകയില്ല. ഒന്നിനു പിറകെ ഒന്നായി അവന് ചോദിച്ച് വാങ്ങിക്കൊണ്ടിരിക്കും. അത് അവൻ്റെ പ്രകൃതമാണ്, അത് മണ്ണിൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ട് ആ സ്വഭാവത്തിനനുസരിച്ച് അവൻ പ്രാർത്ഥിക്കാൻ തയ്യാറായിന്ന് വരാൻ. അതുകൊണ്ട് നിങ്ങൾ ഞരങ്ങേണ്ടതില്ല. അകത്തെ മനുഷ്യരില്ലേ, നമ്മുടെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം എൻ്റെ അവയവങ്ങളിൽ ഞാൻ കാണുന്നു. അത് വേറൊരു പ്രമാണമാണ്. ആ മോഹം ഇങ്ങനെ ഗർഭം ധരിക്കുവാൻ ഇടയാകും. പക്ഷെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. അകത്തെ മനുഷ്യൻ എന്തു പറയും? റോമർ 8:2. ഹല്ലേലൂയ. ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം. എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം. ആ ധൈര്യമാണ് ദൈവം നമ്മളെ മുൻപോട്ട് നയിക്കുവാനായിട്ട് ഇടയാകുന്നത്. പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിർണയം, നാം ബലഹീനർ ആയിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത്
അഭക്തർക്കു വേണ്ടി മരിച്ചു. ഭക്തിയുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, അഭക്തർക്ക് വേണ്ടി. സ്തോത്രം. യേശു പറഞ്ഞു, രോഗിക്ക് വൈദ്യനെ കൊണ്ടാണ് ആവശ്യം, രോഗമില്ലാത്തവരെ കൊണ്ട് വൈദ്യന് ആവശ്യമില്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. സ്തോത്രം. യേശു അഭക്തർക്ക് വേണ്ടി മരിച്ചു. ഭക്തർക്ക് വേണ്ടിയല്ല, അഭക്തർക്ക് വേണ്ടിയാണ് മരിച്ചത്. ദൈവത്തിൻ്റെ മഹത്വം. തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. അപ്പോൾ എന്തുമാത്രം പ്രായോഗികമാണ്. എൻ്റെ കർത്താവ് മരിച്ചത് അഭക്തനായ എനിക്ക് വേണ്ടി. സ്തോത്രം. നാം പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ ആമേൻ, വേണ്ടതുപോലെ യാഗാർപ്പണം നടത്താതെ ഒരു പെസഹ കുഞ്ഞാടിനെ അറുത്ത് ചോരത്തിലെ യാചരിപ്പാൻ നിർവാഹമില്ലാതെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവം ഇച്ഛിക്കുന്ന നിലവാരത്തിൽ ആ യാഗാർപ്പണത്തോടുകൂടി ഒരു ശുദ്ധീകരണം കൃത്യമായി ഏറ്റുവാങ്ങുവാൻ ശേഷിയില്ലാത്തവരായി നാം ആത്മാവിൽ ബലഹീനപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് ദൈവം നൽകുന്നത് തക്ക സമയത്ത് അഭക്തനായ എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് മരിച്ചു. അതുകൊണ്ടാണ് ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ. ആമേൻ. നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്ന ഒരു മഹാപുരോഹിതൻ. ഹല്ലേലൂയ. നാം വീണ്ടെടുക്കപ്പെട്ടതിന് ശേഷം പല വിഷയത്തിൽ നാം ബലഹീനപ്പെട്ടു പോകുന്നവരാണ്. നാം കേൾക്കുന്ന എല്ലാ വചനങ്ങളും വേണ്ടതുപോലെ ഗ്രഹിപ്പാനോ അത് പ്രമാണിപ്പാനോ കഴിയുന്നവരായിരിക്കുകയില്ല. ദൈവം ഇച്ഛിക്കുന്നത് പോലെ പ്രാർത്ഥനയിൽ ഒരു പക്ഷേ ബലപ്പെടുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല. പ്രാർത്ഥിച്ചാലും ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥന നടത്തുവാൻ കഴിയാത്ത സാഹചര്യവും നമുക്കുണ്ടാകാം. നമ്മൾ ശുശ്രൂഷിക്കുന്നുവെങ്കിലും ഒരുപക്ഷെ ദൈവം അത് പ്രസാദിക്കുന്നുവോ ഇല്ലയോ എന്ന് അറിയാതെയാണ് നമ്മൾ ശുശ്രൂഷിക്കുന്നത്. നമ്മൾ ഈ ആത്മീയ ജീവിതം നയിക്കുമ്പോൾ ഇതിനകത്ത് ദൈവം വാസ്തവത്തിൽ പ്രസാദിക്കുന്നുവോ ഇല്ലയോ എന്നറിയാതെ വിശ്വാസത്താൽ നമ്മളിങ്ങനെ പോകുകയാണ്. ഈ വിശ്വാസത്താലുള്ള നമ്മുടെ ഈ യാത്രയിൽ ദൈവം നമുക്ക് നൽകുന്ന വചനത്തിൻ്റെ നിർദ്ദേശങ്ങൾ വേണ്ടതുപോലെ ഗ്രഹിച്ച് ആ വചനത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് നടപ്പാൻ കഴിയാത്ത ബലഹീനതകൾ നമുക്കുണ്ടാകും. ആ ബലഹീനതകളിലും നമ്മളോട് സഹതാപം കാണിപ്പാൻ ആമേൻ. ദൈവത്തിന് മുൻപാകെ ഒരുവൻ അടുത്തു വരണമെങ്കിൽ അവൻ ഏത് തരത്തിലുള്ള മൃഗത്തെ യാഗാർപ്പണം നടത്തി ആ ചോരത്തളി ആചരിച്ച് നടത്തി വരണമെന്ന് ദൈവം നിശ്ചയിച്ചോ ആ നിയമങ്ങളെ വളരെ ലഘൂകരിച്ച് ഒരു കുറുമ്പ്രാവിനെയോ പ്രാവിൻ കുഞ്ഞിനെയോ അത്രയും താണ അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് ആ യാഗത്തിലും ദൈവം പ്രസാദിച്ച് മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ കരുണയെ പ്രദർശിപ്പിക്കാൻ തക്കവണ്ണം നീതിമാനായ ദൈവം ചെയ്തിരിക്കുന്ന ക്രൂശിലെ സ്നേഹം എത്ര ഉന്നതം ആണ്. നാം ബലഹീനർ ആയിരിക്കുമ്പോൾ തന്നെ തക്ക സമയത്ത് അവൻ അഭക്തർക്കു വേണ്ടി മരിച്ചു. അങ്ങനെയാണെങ്കിൽ അതാണ് നമുക്ക് ധൈര്യം നൽകുന്നത്, അതാണ് നമുക്ക് പ്രത്യാശ നൽകുന്നത്. വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ, അധൈര്യപ്പെട്ടു പോകാതെ, എന്തിന് കർത്താവ് ഇങ്ങനെ ചോദിക്കാതെ അഭക്തർക്ക് വേണ്ടി യേശു മരിച്ചത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അഭക്തനാണ്, എനിക്ക് വേണ്ടി കർത്താവ് മരിച്ചു. എൻ്റെ ബലഹീനതയിൽ എന്നോട് സഹതാപം കാണിപ്പാൻ കഴിയുന്ന ഒരു മഹാപുരോഹിതനാണ് എനിക്ക് മഹിമയുടെ വലഭാഗത്തുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാൻ, സഹായം ലഭിപ്പാൻ, തത്സമയത്ത് സഹായം ലഭിപ്പാൻ അവൻ്റെ കൃപാസനത്തോളം നമുക്ക് അടുത്ത് ചെല്ലാം. നമുക്കത് ഈസി ആയിട്ടുള്ള കാര്യമാണ്. അവൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരിക എന്നുള്ളത് നമുക്ക് വലിയ ചെലവുള്ള കാര്യമല്ല. അഭക്തനായ നാം, ബലഹീനപ്പെട്ടു പോയ നാം, വചനം വേണ്ടതുപോലെ പ്രമാണിപ്പാൻ കഴിയാതെ ലോകത്തിൻ്റെ മോഹങ്ങളിൽ പലപ്പോഴും കുത്തി വീഴപ്പെട്ടു പോയ നാം ധൈര്യത്തോടുകൂടെ ആ കൃപാസ്ഥാനത്തോളം അടുത്തു വരുന്നുവെങ്കിൽ ആ കൃപയാൽ നമ്മളെ ശോധന കഴിച്ച് ശുദ്ധീകരിച്ച് നമ്മളെ യഥാർത്ഥത്തിൽ അവൻ്റെ സത്യവചനത്തിൻ്റെ മുൻപാകെ നിൽക്കുന്ന വിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക് നമ്മളെ കൂട്ടിച്ചേർക്കുവാൻ തക്കവണ്ണം കരുണയുള്ള, നീതിമാനായ, ദീർഘക്ഷമയും മഹാദയമുള്ള വിശ്വസ്തനായ ഒരു സ്വർഗീയ പിതാവാണ് ദൈവം. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 49-ാമത്തെ വാക്യത്തിൽ മറിയ പറഞ്ഞെന്താണ്? ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവൻ്റെ നാമം പരിശുദ്ധം തന്നെ. അത്ര തന്നെ. യോഗ്യതയില്ല, അർഹതയില്ലാത്ത സ്ഥാനത്ത് നാം സമ്പന്നരാകേണ്ടതിന് സമ്പന്നനായ വാഴ്ത്തപ്പെട്ട കർത്താവ് ദരിദ്രനായി. ആ ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവൻ്റെ നാമം പരിശുദ്ധം തന്നെ. ഇത് നിങ്ങൾ എഴുതി വയ്ക്കണം. നിങ്ങൾ നിങ്ങളുടെ മുറിയിൽ എഴുതി വയ്ക്കണം. നിങ്ങൾ ഹൃദയത്തിൻ്റെ പലകിൽ അത് എഴുതി വയ്ക്കണം. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവൻ്റെ നാമം പരിശുദ്ധം തന്നെ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഈ വചനം നിങ്ങൾ കുത്തിക്കയറ്റണം. സ്തോത്രം. നിങ്ങളുടെ ചിന്തകളിൽ ഈ വചനം ഉള്ളിൽ കൊണ്ടുവന്നിട്ട് ദൈവത്തിന് നന്ദി അർപ്പിക്കണം. നിങ്ങളുടെ ധ്യാനങ്ങളിൽ സ്തോത്രം, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവൻ്റെ നാമം പരിശുദ്ധം തന്നെ. നിത്യനായ ദൈവം തൻ്റെ പുത്രനിമിത്തം നമുക്ക് ചെയ്തിരിക്കുന്ന ഉപകാരങ്ങൾ, നമ്മുടെ ഉത്കണ്ഠതകളിൽ, നമ്മുടെ ആകുലതകളിൽ, നമ്മുടെ ഞെരുക്കങ്ങളിൽ, നമ്മുടെ വ്യഥകളിൽ നമ്മളെ കൈവിടാതെ തിരുവചനത്തിൻ്റെ ശക്തി നമ്മുടെ അന്തരംഗത്തിൽ വെളിപ്പെടുത്തി ജീവിപ്പാൻ ശേഷി നൽകിയിരിക്കുന്ന ആ ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു,
അവൻ്റെ നാമം പരിശുദ്ധം തന്നെ. ഹല്ലേലൂയ. ആ വാഴ്ത്തപ്പെട്ട കർത്താവായ ദൈവം മനുഷ്യരോട് കാണിച്ച വ്യവസ്ഥ, അത്രയും ആ യാഗാർപ്പണങ്ങൾ ലഘൂകരിച്ചു കൊടുത്തിട്ടും അനുസരണമില്ലാതിരുന്ന ആ ഇസ്രായേൽ മക്കൾ. സ്തോത്രം. യെശയ്യാ പ്രവചനം 57-ാം അധ്യായം 15-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാനും മനസ്താപവും മനോവിനയമുള്ളവരോടുകൂടെയും വസിക്കുന്നു. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസി പരിശുദ്ധൻ എന്ന നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു. നമ്മുടെ സർവശക്തനായ സ്വർഗീയ പിതാവ് എന്താ അരുളി ചെയ്യുന്നത്? ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. നമ്മെ അറിയിക്കുകയാണ്, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. ആ ഉന്നതനായ ദൈവം താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ, നല്ല ചൈതന്യം, സ്വർഗീയ ചൈതന്യം ഉള്ളിൽ പ്രകാശിപ്പിക്കപ്പെടുന്നത് ആർക്കൊക്കെയാണ്? താഴ്മ ഉള്ളവർക്ക്, മനസ്താപം ഉള്ളവർക്ക്. കർത്താവേ, അങ്ങയുടെ വചനം വേണ്ടതുപോലെ പ്രമാണിപ്പാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ, അതൊരു മനസ്താപമാണ്. കർത്താവേ, ആ കേട്ട വചനം അനുസരിച്ച് എനിക്ക് ജീവിക്കുവാൻ കഴിയുന്നില്ലല്ലോ, അതൊരു മനസ്താപമാണ്. കർത്താവേ, അവരെ പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്ത് വന്ന് പ്രാർത്ഥിപ്പാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ, അതൊരു മനസ്താപമാണ്. അല്ലാതെ നമ്മുടെ കുറവുകളെ വാക്കുകൾ കൊണ്ട് ന്യായീകരിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് ചൈതന്യം ഉണ്ടാകുകയില്ല. ചൈതന്യം, സ്വർഗീയമായ ചൈതന്യം, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. ആ ദൈവത്തിൻ്റെ ചൈതന്യം നമുക്ക് ലഭിക്കപ്പെടണമെങ്കിൽ ഒന്നുകിൽ താഴ്മ അല്ലെങ്കിൽ മനസ്താപം. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ കുറവുകളെ ഒന്നിനാലും ന്യായീകരിക്കരുത്. സഹോദരൻ, നിങ്ങൾ അങ്ങനെ ചെയ്ത് എന്നാൽ പിന്നെ പാസ്റ്റർ കാര്യം ചെയ്യും, അങ്ങനെ ചെയ്യുന്ന ഒരാളെ കാണിച്ചതാ, നമ്മുടെ സഭയിൽ കാണിച്ചതാ, ഒരു സഹോദരനെയോ ഒരു സഹോദരിയോ അങ്ങനെ ജീവിക്കുന്നവരെ കാണിച്ചതാ, ഞാൻ നാളെ പോലെ ജീവിക്കാം. ചുമ്മാതെ പാസ്റ്റർ ചുമ്മാതെ പാസ്റ്റർ മുമ്പിൽ എല്ലാവരും പടം കാണിക്കുകയാണ് എന്ന് ഇങ്ങനെ പറയുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല. ഒരിക്കലും ചൈതന്യം കിട്ടുകയില്ല. നിങ്ങൾ ആ കൂട്ടത്തിലായി പോകരുത്. നിങ്ങൾ ആരെയും അളക്കരുത്. നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കുവാൻ, നമുക്ക് ആ വിധി നൽകുവാൻ ദൈവം വ്യവസ്ഥ നൽകിയിട്ടില്ല. ദൈവം തിരഞ്ഞെടുത്തവനെ കുറ്റം ചുമത്തവൻ ആർ? നീതീകരിക്കുന്നവൻ ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. മനസ്താപം. ആമേൻ. ആത്മീയ മേഖലകളിൽ നിത്യനായ ദൈവം തൻ്റെ വചനം നൽകുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ കഠിനപ്പെടുത്തുവാൻ പിശാച് കടന്നു വരും, കള വെളിപ്പെടുത്തുവാനായിട്ട്. പിന്നെ ഇയാളിങ്ങനെ പ്രസംഗിക്കുകയാണ്, അയാളെന്ന് വിശുദ്ധനാണ്, അയാൾ എനിക്കറിയാം, 15 വർഷം കൊണ്ട് എനിക്ക് ഉദ്ദേശിച്ച് അറിയാം. പിന്നെ പൈക്ക് കിട്ടുമ്പോൾ ആർക്കെന്നൊക്കെ പറയാമല്ലോ, ചുമ്മാ കള്ളൻ ഇല്ലേ, തീർന്നു പരിപാടി. അവിടെ ഈ വചനത്താൽ സ്വർഗീയനായ ദൈവം, ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്ന ദൈവത്തിൻ്റെ ചൈതന്യം ആ വചനത്തിലൂടെ നിൻ്റെ ഉള്ളിൽ നൽകുവാൻ ദൈവം താല്പര്യപ്പെട്ട ആത്മാവായവൻ അടുത്ത് വരുമ്പോൾ, ഒരുപക്ഷെ ഒരു കഴുതയെ കൊണ്ടായിരിക്കാം പ്രസംഗിക്കുന്നത്, കഴുത. അവൻ അടുത്ത് വന്ന് നമ്മുടെ ചൈതന്യം നൽകുവാൻ അടുത്ത് വരുമ്പോൾ നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടിട്ട് കഴുതയുടെ നീളം, കഴുതയുടെ പൊക്കം, പിന്നെ അയക്ക് സംസാരിക്കാൻ ശേഷി, ചുമ്മാ ഇല്ലേ എടുത്തോ പോടെ എന്ന് ഹൃദയം കഠിനപ്പെടുത്തിയിട്ട് ആ ചൈതന്യത്തിൻ്റെ മുമ്പിലെത്തിയിട്ട് ചൈതന്യം ഏറ്റുവാങ്ങുവാൻ കഴിയാതെ ആ ധനികനായ പരീശൻ്റെ വീട്ടിൽ, ശീമോൻ്റെ വീട്ടിൽ യേശുവെന്ന ആഹാരം കഴിച്ചിട്ടും അവൻ ആ സ്വർഗീയ സന്തോഷം പ്രാപിപ്പാൻ കഴിയാതെ പോയ ഒരു ഘാതഭാഗ്യം. അവൻ്റെ വീട്ടിൽ അവന് ചെലവ് കൊണ്ട് ആഹാരം കൊടുത്തിട്ടും, യേശുവിന് ആഹാരം കൊടുത്തിട്ടും യേശുവിങ്കിൽ നിന്നുള്ള സ്വർഗീയമായ നിറവ് ലഭിക്കുവാൻ കഴിയാതെ പോയ ഒരു മഹാഘാതഭാഗ്യം. എന്നാൽ ഒരു യോഗ്യതയില്ലാത്ത ഒരു പാവിനിയായ സ്ത്രീ, യോഗ്യതയില്ലാത്ത വീട്ടിൽ ആദ്യമായി കാലുകുത്തിയെങ്കിലും വാഴ്ത്തപ്പെട്ട കർത്താവ് യേശുവിനോടുകൂടിയുള്ള ആ സ്ത്രീയുടെ മനോഭാവം അനവധിയായ അവളുടെ പാപങ്ങൾ മോചിക്കുവാനിടയായി. അവളുടെ ഭവനം സ്വർഗീയ ഭവനമായി മാറുവാനിടയായി. ഹല്ലേലൂയ. രക്തത്താൽ ജയം. ആമേൻ. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് ഇടയാകുന്നുവല്ലോ. ഹല്ലേലൂയ. അപ്പോൾ നീതിമാനായ ദൈവം നമുക്ക് ഈ വിധത്തിൽ പ്രകാശിപ്പിച്ച് നൽകുന്ന ദൈവിക അനുഭവങ്ങൾ ഓരോ നിമിഷവും ഹൃദയപൂർവ്വം ഉൾക്കൊണ്ടുകൊണ്ട് മുൻപോട്ട് പോകുവാൻ, ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ ചൈതന്യം നമ്മുടെ മേൽ പകരുവാൻ സമയം അടുത്തു വരുമ്പോൾ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾക്കൊന്നും നിങ്ങൾ പ്രാധാന്യം കൊടുക്കരുത്. ആമേൻ. ആലയം ഏതാണെന്ന് പോലും നിങ്ങൾ പ്രാധാന്യം കൊടുക്കരുത്. ഇരിക്കുന്ന ഇടം പോലും നിങ്ങൾ പ്രാധാന്യം കൊടുക്കരുത്. വേദിയിലായിരിക്കുന്നവർക്കൊന്നും പ്രാധാന്യം കൊടുക്കരുത്. നിങ്ങൾ ആരുടെ മുമ്പിലാണ്? ഉന്നതനും പരിശുദ്ധനുമായ ദൈവം
സ്വർഗത്തിൽ വസിക്കുന്നു. ആ ദൈവത്തിൻ്റെ ചൈതന്യം തൻ്റെ ആത്മാവിനാൽ നമ്മുടെ അന്തരംഗത്തിൽ നൽകുവാൻ അടുത്തു വരുമ്പോൾ അവിടെ ഒന്നുകിൽ നമുക്ക് താഴ്മ, അല്ലെങ്കിൽ മനസ്താപം, രണ്ടിലൊന്ന് നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. വായിച്ചാട്ടെ. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാനും മനസ്താപവും മനോവിനയമുള്ളവരുടെ കൂടെയും വസിക്കുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വസിക്കുവാനായിട്ട് അവന് ദരിദ്രനായി തീർന്നതാണ്. നമുക്കറിയാം, സമ്പന്നനായ കർത്താവ് നമ്മുടെ കൂടെ വസിക്കുവാനായിട്ടാണ് അവൻ ദരിദ്രനായി തീർന്നത്. അവൻ, നമ്മൾ വായിച്ചു, താഴ്മയുള്ളവരുടെ മനസ്സ്, മനസ്താപമുള്ളവരുടെ ഹൃദയം. അപ്പോൾ നമുക്ക് മനസ്താപം മാത്രം പോരാ, താഴ്മയും വേണം. താഴ്മയുള്ളവരുടെ മനസ്സിൽ ദൈവം വസിക്കും. മനസ്താപമുള്ളവരുടെ ഹൃദയത്തിലും ദൈവം വസിക്കും. ആ ചൈതന്യം വരുത്തി മനസ്താപവും മനോവിനയമുള്ളവരുടെ കൂടെ വസിക്കും. അത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വാഗ്ദത്തമാണ്. അപ്പോൾ മനസ്താപവും മനോവിനയവും നമ്മുടെ മനസ്സിനും നമ്മുടെ ഹൃദയത്തിനും ഒരുപോലെ ആനന്ദമായി തീരേണ്ടതിന്, ആ ചൈതന്യത്താൽ നമ്മളെ നിറയ്ക്കേണ്ടതിന് ഈ വിധത്തിൽ ദൈവം നമുക്ക് പ്രകാശിപ്പിച്ച് നൽകുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുവാൻ ഹൃദയപൂർവ്വം നമുക്ക് ദൈവത്തിൻ്റെ പാതയുടെ അടുത്ത് വരാം. അതിന് നമുക്ക് ഹൃദയനുറുക്കം ആവശ്യമാണ്. ഹല്ലേലൂയ. മനസ്താപം അതൊരു ഹൃദയനുറുക്കത്തിൻ്റെ ലക്ഷണമാണ്. ഹൃദയനുറുക്കം ഇല്ലാത്തവർക്കൊന്നും മനസ്താപം ഉണ്ടാകത്തില്ല. ഒരാൾക്ക് മനസ്താപം ഉണ്ടായാൽ അവൻ്റെ ഉള്ളം നുറുങ്ങിയെന്ന അർത്ഥം. കർത്താവ്, എനിക്ക് അങ്ങനെ കഴിയുന്നില്ല എന്നൊരു ചിന്ത ഉണ്ടായാൽ അതിൻ്റെ അടിസ്ഥാനം അവൻ്റെ ഹൃദയം നുറുങ്ങി എന്നാണ് അർത്ഥം. ഹൃദയം നുറുങ്ങുന്നതിൻ്റെ ലക്ഷണമാണ് മനസ്താപം. അല്ലാതെ വെറും വാക്കുകൊണ്ട് മനസ്തപിക്കുവാൻ ആർക്കും കഴിയുകയില്ല. മനസ്താപം ഉണ്ടാകുന്നത് ഹൃദയനുറുക്കമുള്ളവർക്കാണ്. സങ്കീർത്തനം 34 സങ്കീർത്തനം അതിൻ്റെ 18 വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും, ആർക്കാണ് ദൈവം സമീപസ്ഥനായിരിക്കുന്നത്? ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കും. മനസ്സ് തകരുന്ന അവസ്ഥ മനസ്താപം. ഹല്ലേലൂയ. ഹൃദയം നുറുങ്ങുന്ന അവസ്ഥ താഴ്മ. മനസ്സ് തകർന്നവർക്ക് മനസ്താപം, ഹൃദയം നുറുങ്ങുന്നവർക്ക് താഴ്മ. സ്തോത്രം. ആ വചനത്തിൻ്റെ ആഴമേറിയ മർമ്മം നമ്മൾ ഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തുമാത്രം സ്വർഗീയമായ പ്രവൃത്തിയാണ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുവാൻ ഇടയാകുന്നത്. അപ്പോൾ മനോനുറുക്കം, മനസ്താപം, മനസ്സ് തകരുക, ഹൃദയം നുറുങ്ങുക, ഹൃദയം തകർക്കുക, ഇതിൻ്റെയൊക്കെ പിൻപിൽ ദൈവം വച്ചിരിക്കുന്ന ഒരു പ്രമാണമാണ്. നമ്മളോർക്കും പിശാചിൻ്റെ ഹൃദയം തകർത്തു, അയ്യോ അവൻ്റെ പ്രവർത്തി നിമിത്തം എൻ്റെ എനിക്ക് ഒരു സമാധാനമില്ല പാസ്റ്ററെ, എൻ്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു പാസ്റ്ററെ, അവനൊരു സ്വസ്ഥം തരുന്നില്ല പാസ്റ്ററെ, ഇങ്ങനെ പറയാറുണ്ട്. സത്യത്തിൽ നമ്മുടെ കണ്ണുകൾ തുറക്കാത്തത് കൊണ്ടല്ലേ. 147 സങ്കീർത്തനം 3 വാക്യം വായിച്ചു. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. മനം തകർന്നവരെ, അത് തന്നെ. ഹല്ലേലൂയ. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. മനസ്സ് തകരുക എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു യാഗം നടത്തുവാൻ എനിക്കൊരു ആടിനെയോ ഒരു കുഞ്ഞാടിനെയോ ഒരു കുറുമ്പ്രാവിനെയോ യാഗമർപ്പിപ്പാൻ എൻ്റെ കയ്യിൽ ശേഷിയുണ്ടെങ്കിൽ എൻ്റെ മനസ്സ് എന്തിന് തകരണം? കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, 2 കുറുമ്പ്രാവിനെയോ 2 പ്രാവും കുഞ്ഞിനെയോ കൊണ്ടുവരിക, അല്ലേ? സ്ത്രീകൾക്ക് വിശുദ്ധി അതുകൊണ്ട് കൊണ്ടുവരിക. ശരി, എനിക്കതിന് വകയുണ്ട്. എൻ്റെ ഭാര്യകൾ ഞാനത് കൊടുത്തു. അവൾ ആ കുറുമ്പ്രാവിനെയും പ്രാവിൻ കുഞ്ഞിനുമായി ആലയത്തിൽ വരുന്നു, അവൾക്ക് ശുദ്ധീകരണം ഉണ്ടാകുന്നു. എനിക്ക് മനസ്സെന്തിന് തകരണം? ഇനി എൻ്റെ വിഷയത്തിൽ പാപമുണ്ടായോ, എനിക്കൊരു കുഞ്ഞാടിനെ അറക്കുവാൻ എനിക്ക് ശേഷിയുണ്ടെങ്കിൽ, ഒരു കുഞ്ഞാടിനെ കൊണ്ട് ആലയത്തിൽ കൊണ്ട് പുരോഹിതൻ്റെ കയ്യിൽ കൊടുക്കുവാൻ എനിക്ക് വകയുണ്ടെങ്കിൽ, എൻ്റെ മനസ്സ് എന്തിന് തകരണം? എൻ്റെ മനസ്സ് എന്തിന് ഇടിയണം? ഈ കർത്താവ് പറഞ്ഞ വ്യവസ്ഥ അനുസരിച്ചില്ലേ ഞാൻ ആ കാര്യം ചെയ്യുന്നത്, എനിക്ക് പാപമോചനം ലഭിക്കുകയില്ലേ? പക്ഷെ മനസ്സ് തകരുന്നത് ആരാണ്? ഹൃദയം നുറുങ്ങുന്നവർ ആരാണ്? ഒരു കുറുമ്പ്രാവിനെ പോലും അർപ്പിപ്പാൻ ശേഷിയില്ലാത്ത അവസ്ഥയിൽ
നാല് ഭാഗം, നാല് മേഖലയും, നാല് വശവും പ്രതികൂലം കൊണ്ട് ചുറ്റപ്പെട്ട് ഒരു തരത്തിലും ഒരു സ്തോത്രം പോലും പറയുവാൻ ശേഷിയില്ലാത്ത അവസ്ഥയിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾപ്പാൻ കഴിയുന്നില്ല, വാക്കുകളില്ല, ഭാഷണമില്ല, ദൈവശബ്ദം കേൾപ്പാനും കഴിയുന്നില്ല. ആ അവസ്ഥയിൽ ഒരു മനുഷ്യനും നമ്മളോട് കനിവ് തോന്നുവാൻ കഴിയാത്ത അവസ്ഥയിൽ തികച്ചും ഒറ്റപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഇനി മരണം മാത്രമേ മുമ്പിലുള്ളൂ. ഹൃദയം തകരുകയാണ്, മനസ്സ് വ്യാകുലപ്പെടുകയാണ്. അവിടെയാണ് കർത്താവ് വരുന്നത്. ആ ഹൃദയം തകരുന്നത്, മനസ്സ് വ്യാകുലപ്പെടുന്നത് ഒരു യാഗാർപ്പണമാണ്. ഒരു പ്രാവിനെയോ ഒരു പ്രാവിൻ കുഞ്ഞിനെയോ ആലയത്തിൽ കൊണ്ടുവന്ന് യാഗമർപ്പിക്കുമ്പോൾ വാസ്തവത്തിൽ ദൈവം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നത്, കുഞ്ഞേ, നിനക്ക് വേണ്ടി ഈ പ്രാവിൻ കുഞ്ഞോ യാഗാർപ്പണം നടത്തുന്നുവെങ്കിൽ വാസ്തവത്തിൽ നീ തന്നെയാണ് എൻ്റെ മുമ്പിൽ യാഗാർപ്പണമായി തീരേണ്ടത്. നീ തന്നെയാണ് അല്ലേ നുറുക്കപ്പെടേണ്ടത്. നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗം. ആ സന്ദേശമാണ് ദൈവം അവർക്ക് കൊടുക്കുന്നത്. ആട്ടുകുട്ടന്മാരെയും പശുക്കിടാങ്ങളെയും കോലാട്ടുകുട്ടന്മാരെയൊക്കെ യാഗമർപ്പിക്കുമ്പോൾ, പ്രാവിനെയും പ്രാക്കളെയും പ്രാവിന് കുഞ്ഞിങ്ങനെയൊക്കെ യാഗമർപ്പിക്കുമ്പോൾ, ആ നിരപരാധികളായ ആത്മാവില്ലാത്ത ആ വെറും ആ ശരീരമുള്ള ആ ജീവികൾ പിഴുപടയ്ക്കുന്ന പോലെ ജീവന് വേണ്ടി പടയ്ക്കുമ്പോൾ വാസ്തവത്തിൽ ആ അർപ്പണം നടത്തുന്നവനല്ലേ ദൈവം മുൻപാകെ ഇതുപോലെ യാഗാർപ്പണമായി തീരേണ്ടത് എന്ന ധ്വനിയാണ് മോറിയ മലയിൽ അബ്രഹാമിൻ്റെ പൈതലിനെ യാഗമർപ്പിക്കുവാൻ കൊണ്ടുപോയ വ്യവസ്ഥയിലും ഇസ്രായേൽ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുവാൻ ദൈവം ഇച്ഛിച്ചതും ആഗ്രഹിച്ചതും. അത് മനസ്സിലാകാൻ പോയത് കൊണ്ടാണല്ലോ തൻ്റെ ഏകാത്മജനെ തന്നെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് ആ പരസ്യമായ യാഗാർപ്പണം നടത്തി ഇസ്രായേൽ സമൂഹത്തെ ആ മർമ്മം ഗ്രഹിപ്പാൻ ദൈവം താല്പര്യപ്പെട്ടത്. എന്നിട്ടും ജീവനായകനെ അവർ ക്രൂശിച്ചു. ദൈവത്തിൻ്റെ മഹത്വം, പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനസ്സ് തകരുക യാഗാർപ്പണമാണ്. നിങ്ങളുടെ മനസ്സ് തകർന്നാൽ യാഗത്തിന് തുല്യമാണ്. ഹൃദയം നുറുങ്ങിയാൽ ദൈവം അടുത്തു വരികയാണ്. എന്തിനടുത്ത് വരുന്നു? നിൻ്റെ യാഗം ദൈവത്തിന് പ്രസാദകരമായി തീരുമ്പോൾ അവൻ നിൻ്റെ ശെഖന പഴയ നിയമകാലത്തിൽ അയക്കും. പുതിയ നിയമത്തിലോ ദൈവം തന്നെ നമ്മുടെ അടുത്ത് ഇറങ്ങി വരികയാണ്. ഹൃദയം നുറുങ്ങിക്കഴിഞ്ഞാൽ, ഹൃദയം തകർക്കപ്പെട്ട് കഴിഞ്ഞാൽ, യെസ്, ഓക്കെ. ഹൃദയം തകരപ്പെടുന്നത് മനുഷ്യരാലുള്ള എല്ലാ വഴിയും അടയപ്പെടുമ്പോൾ, നമുക്ക് മാനുഷികമായി സഹായിപ്പാൻ കഴിവുള്ള എല്ലാവരും നമ്മളെ മുറ്റും വിടക്ക് എന്നെണ്ണി തള്ളിക്കളയുമ്പോൾ, സകലരാരും ഒറ്റപ്പെട്ട് ഇനി മരണം മാത്രമേ വഴി എന്ന അവസ്ഥയിൽ ഹൃദയം നുറുങ്ങിക്കഴിയുമ്പോൾ, ഓ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് സമീപസ്ഥനായി ഇറങ്ങി വരും. മനസ്സ് തകർക്കപ്പെട്ടാലോ അവൻ നമ്മളെ രക്ഷിപ്പാനും ഇടയാകും. അപ്പോൾ ഹൃദയ നുറുക്കവും മനസ്സ് തകർച്ചയും യാഗാർപ്പണത്തിന് തുല്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ അതൊരു യാഗമാണ്. ആ വിശ്വാസമാണ് ഏതൊരു ദൈവ പൈതലിനും ദൈവം മുൻപാകെ നിൽപ്പാൻ ശക്തിയും ചൈതന്യവും പകരുവാനായിട്ട് ഇടയാകുന്നത്. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 50-ാമത്തെ വാക്യത്തിൽ, അവനെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. അവനെ ഭയപ്പെടുന്നവർക്ക്, അതാണ് കാര്യം. ദൈവത്തെ ഒരു ഭയം ഉള്ളിലുള്ളത് കൊണ്ടാണ് സത്യത്തിൽ ഹൃദയ തകർച്ചയ്ക്ക് ഉണ്ടാകുന്നത് എന്ന് നാം അറിയാതിരിക്കരുത്. അതൊരു മർമ്മമാണ്. നമുക്ക് മനസ്സുകൊണ്ട് ദൈവത്തോട് ഭയമില്ല എങ്കിലും നമ്മുടെ ഹൃദയം ഉള്ളം കൊണ്ട് തകരുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നാം അറിഞ്ഞോ അറിയാതെയോ ദൈവം നിശ്ചയിച്ചുറപ്പിച്ച് വച്ചിരിക്കുന്ന ഒരു വികാരം, ദൈവഭയം. ആ ദൈവഭയം, സ്തോത്രം, അവനെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ കരുണ തലമുറ തലമുറയോളം. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ 20-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം, എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. വീണ്ടെടുക്കപ്പെട്ടിട്ട് വേണ്ടതുപോലെ കൽപ്പനയെ പ്രമാണിപ്പാൻ കഴിയാതെ, അതായത് എൻ്റെ കൽപ്പന പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുന്ന കർത്താവ് പറഞ്ഞപ്പോൾ ആ ജനത്തിന് വേണ്ടതുപോലെ കൽപ്പന പ്രമാണിപ്പാൻ കഴിയാതെ പോയി. പക്ഷെ ദൈവത്തിൻ്റെ വാക്ക് പിൻവലിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ആ കൽപ്പനയ്ക്കകത്ത് കൃപ കൂട്ടിച്ചേർത്തു. അങ്ങനെ 1000 തലമുറ ദയ. ദൈവത്തിൻ്റെ കൽപ്പന കൃത്യമായി പ്രമാണിച്ച ആൾക്കാർ ഭൂമിയിലുണ്ടോ? സ്തോത്രം. എല്ലാവരിലും ബലഹീനത ഇല്ലേ? അപ്പോസ്തലന്മാരിലും ബലഹീനത ഇല്ലേ? യേശു ക്രിസ്തു ഒഴികെ ഭൂമിയിൽ മനുഷ്യനായി പിറന്ന എല്ലാവരിലും ബലഹീനത ഒരളവിൽ വരെയുണ്ട്. എല്ലാ ഭക്തന്മാരിലും ബലഹീനത ഒരു അളവ് വരെയുണ്ട്. അതുകൊണ്ട് 1000 തലമുറ വരെ ദയ കാണിക്കാൻ പറ്റുമോ? തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്കാണ് ദൈവം വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. എന്നാൽ ആ വ്യവസ്ഥയ്ക്ക് കീഴെ എല്ലാവരെയും കൊണ്ടുവരേണ്ടതിന് ആദ്യം ദൈവം മനുഷ്യനെ സ്നേഹിച്ചു. അതെങ്ങനെ സ്നേഹിച്ചു? ജീവൻ നൽകിക്കൊണ്ട് സ്നേഹിച്ചു. എന്തിനെ സ്നേഹിച്ചു? താൻ കൊടുത്തിരിക്കുന്ന കൽപ്പന പ്രകാരം ഈ ജനത്തിന് ആ സ്വർഗീയമായ അനുഗ്രഹത്താൽ അവർ സമ്പന്നർ ആകേണ്ടതിന്. കൃപ എന്ന വ്യവസ്ഥയില്ലാതെ ഒരിക്കലും നടക്കുകയില്ല എന്ന് ദൈവത്തിന് ബോധ്യപ്പെട്ടു.
കൃപ. കൃപ കൃപ നൽകുവാനുള്ളതായി. അതാണ് മുൾപ്പടർപ്പിൽ കുരുങ്ങപ്പെട്ട് കിടക്കുന്ന കുഞ്ഞാട്. കൃപയുടെ നിഴലാണ്, കൃപയുടെ മഹിമയാണ് അവിടെ. അബ്രഹാമിനോട് ദൈവം കൃപ കാണിച്ചു. നോക്കിയപ്പോൾ ഇല്ലേ, ഒരു ആട്ടുംകുട്ടി കുരുങ്ങി കിടക്കുകയാണ്. അത് കൃപയാണ്. വാഴ്ത്തപ്പെട്ട കർത്താവ് യേശുവിനെ നാം കാണുമ്പോൾ കൃപയാണ് നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെടുന്ന വെളിപ്പാട്. കൃപ. കൃപ നമ്മുടെ കർത്താവിനെ കാണുമ്പോൾ, ഓ കർത്താവ് യേശുവേ, നീ എനിക്ക് വേണ്ടി മരിച്ചല്ലോ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് നിറഞ്ഞു നിൽക്കുന്നത് കൃപയാണ്. ഞാൻ സമ്പന്നൻ ആകേണ്ടതിന് അവൻ ദരിദ്രനായി തീർന്നു. അവൻ മനുഷ്യരുടെ മുൻപാകെ പേക്കോലമായി തീർന്നു. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവൻ്റെ മുഖം വിരൂപമായി തീർന്നു. എന്തിന്? അവൻ്റെ ഈ ദാരിദ്ര്യത്താൽ ഞാൻ സമ്പന്നൻ ആക്കേണ്ടതിന്. കർത്താവേ, അവിടെ നിന്ന് എനിക്ക് കൃപ നൽകിയതിനാൽ സ്തോത്രം എന്ന് പറയുമ്പോൾ ആ കൃപ എന്താണ്? ക്രിസ്തുവിൻ്റെ ദാരിദ്ര്യത്താൽ എനിക്ക് സമ്പത്ത് ദൈവം നൽകിയിരിക്കുന്നു. ഈ താൽക്കാലികമായ പുഴുതുരുമ്പ് കെടുക്കുന്ന സമ്പത്തിനെ കുറിച്ചല്ല അത്. ആമേൻ. ആർക്കും അപകരിച്ചെടുക്കുവാൻ കഴിയാത്തതും കള്ളന്മാർക്ക് തുറന്നു മോഷ്ടിക്കുവാനും കഴിയാത്തതുമാകുന്ന സ്വർഗരാജ്യത്തിലെ അവകാശം കൊണ്ട് നമ്മളെ പുഷ്ടിപ്പെടുത്തിയിരിക്കുന്ന സർവശക്തനായ ദൈവം. എന്നെന്നും നാം അവനോടുകൂടെ സമ്പത്തിൽ ധനികരായി വാഴുക. നാം എന്നെന്നും സകല സ്വർഗീയ അനുഗ്രഹങ്ങൾക്കും നമ്മൾ ഓഹരിക്കാരാണ്. സ്തോത്രം. സ്വർഗത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം സകലതും അവനോടുകൂടെ സകലതും നമുക്ക് നൽകാതെ ഇരിക്കുമോ? സകലത്തിനും അവകാശികൾ. സ്വർഗത്തിൽ എന്തെല്ലാം അവകാശങ്ങളുണ്ടോ അതിനെ എല്ലാത്തിലും നമുക്ക് അവകാശമായി തീരുവാൻ തക്കവണ്ണം അവൻ നമ്മളെ മക്കളായി. കാൺമീൻ, നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. നാം ദൈവ മക്കൾ. ദൈവത്തിൻ്റെ സകല അവകാശത്തിനും നാം അവകാശികൾ. ദൈവത്തിൻ്റെ സകല സമ്പത്തിനും നമ്മൾ അവകാശികൾ. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന സകല അനുഗ്രഹങ്ങൾക്കും നമ്മൾ അവകാശികൾ. നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകി. ആമേൻ. ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം. വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന ഈ പ്രമാണത്തിൽ സൗമ്യത, താഴ്മ, മനസ്താപം, മനോവിനയം. 25-ാം സങ്കീർത്തനം 9-ാമത്തെ വായിക്കാം. സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു, സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. വേണ്ടതുപോലെ യാഗം നടത്തുവാൻ ശേഷിയില്ലാതെ പോയാൽ, അപ്പോൾ സൗമ്യതയില്ലാത്തവന് സൗമ്യതയില്ലായ്മ നിമിത്തം അവന് ചെയ്തു കൂട്ടുന്ന അപരാധങ്ങൾക്ക് ക്ഷമ നൽകേണ്ടതിന് ആടിനെയോ കുറുമ്പ്രാവിനെയോ കൊണ്ടുവരണം. സ്തോത്രം. അല്ലാതെ അവന് ക്ഷമയില്ല. എന്നാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് വേണ്ടി ബലിയാടായി തീർന്നു. ഒരിക്കലായി യാഗാർപ്പണം ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ സൗമ്യതയോടുകൂടെ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വന്നാൽ മതി. വേറൊന്നും കർത്താവ് പറയുന്നില്ല. ഇനി അതിനുവേണ്ടി നമ്മളൊരു യാഗം നടത്തേണ്ട ഒരാവശ്യമില്ല. അത്ര സൗജന്യമായി ഈ രക്ഷ ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. 5 പൈസ മുടക്കില്ലാതെ സൗജന്യമായ രക്ഷ. ഒരു യാഗത്തിനോ യാഗാർപ്പണത്തിനോ മുതൽ വേണ്ട, ആവശ്യമില്ലാതെ സൗജന്യമായ രക്ഷയാണ് വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. സൗമ്യത ഉള്ളവർ അവൻ ന്യായത്തിൽ നടത്തുന്നു. സൗമ്യത ഉള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. തൻ്റെ വഴി എന്ന് പറയുമ്പോൾ മറ്റു പല വഴികളുമുണ്ട്. ആത്മീയമൻ തോന്നിപ്പിക്കുവാനിടയുള്ള ദൈവത്തെങ്കിലേക്കാണെന്ന് ചിന്ത നൽകുന്ന പല കള്ളവഴികളുമുണ്ട്. നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അതിന് ഏകമാർഗം സൗമ്യത. അത്ര മതി. സൗമ്യതയുണ്ടോ? ഹല്ലേലൂയ. ദൈവം തൻ്റെ വഴി നമുക്ക് പഠിപ്പിച്ചു തരും. വേറൊന്നും വേണ്ട പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ. സൗമ്യത ഇല്ലാത്തവർക്ക് യേശുവിൻ്റെ മുഖം എടുക്കാൻ പറ്റൂ പ്രിയമുള്ളവരെ. യേശുവിൻ്റെ മുഖം ചുമക്കാൻ പറ്റുന്നവർ, സൗമ്യത ഉള്ളവർക്ക് മാത്രമേ പറ്റൂ. ഇല്ലാത്തവർക്ക് ആ മുഖം എടുക്കാൻ പറ്റില്ല. ആ ക്രൂശിൻ്റെ പാതയിലൂടെ നടക്കുവാൻ കഴിയുന്നത് അവന് സൗമ്യതയുള്ള ഒറ്റ കാരണത്താലാണ്. സൗമ്യത ഇല്ലാത്ത ആർക്കും ആ ക്രൂശിൻ്റെ പാത വരാൻ പറ്റില്ല. സൗമ്യത ഉള്ളവർക്കാണ് ദൈവം തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നത്. അത് ക്രൂശിൻ്റെ പാത, ശുദ്ധീകരണത്തിൻ്റെ പാത, ഏക വഴി, ദൈവത്തിങ്കിലേക്കുള്ള വഴി, തേജസ്സിലേക്കുള്ള വഴി, ഒറ്റ വഴി. അത് ആർക്കാണ്? സൗമ്യത ഉള്ളവർക്ക് മാത്രമേ ആ മുഖം ഏറ്റെടുക്കുവാൻ കഴിയുള്ളൂ. എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കും. അപ്പോൾ സൗമ്യത നമ്മുടെ ജീവിതത്തിൽ ഒരു മുഖമുദ്രയായി പിതാവിന് തൻ്റെ വഴി നമ്മളെ പഠിപ്പിക്കുവാൻ അനുകൂലമായ പാതകൾ ഒരുങ്ങപ്പെടേണ്ടതിന്
സൗമ്യത നിലനിർത്തുക. 85-ാം സങ്കീർത്തനം 9-ാമത്തെ വാക്യം, തിരുമഹത്വം നമ്മുടെ ദേശത്തിൽ വസിക്കേണ്ടതിന് അവൻ്റെ രക്ഷ അവൻ്റെ ഭക്തന്മാരോട് അടുത്തിരിക്കുന്നു നിശ്ചയം. ദൈവത്തിൻ്റെ മഹത്വം. ഹല്ലേലൂയ. നമ്മൾ ഈ ഭൂമിയിൽ കർത്താവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹം ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ല എന്നും അവൻ നമ്മളെ മാനിക്കുകയും ഉയർത്തുകയും ചെയ്യുന്നവനാണെന്നും ഹൃദയത്തിലെ ആഗ്രഹം നൽകുന്നവനാണെന്നൊക്കെ നമുക്ക് വചനം അറിയാം. പക്ഷേ വേണ്ടതുപോലെ ഭക്തിയിൽ ജീവിച്ചിട്ടും വേണ്ടതുപോലെയുള്ള ഒരു സന്തോഷം അനുഭവിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ നമുക്കുണ്ടായാൽ നമ്മൾ ചിന്തിക്കും, നമുക്ക് വേണ്ടതുപോലെ പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ല പാസ്റ്ററെ, അതുകൊണ്ട് എനിക്കിങ്ങനെ ഒരു ഉയർച്ചയില്ലാത്തത് പാസ്റ്ററെ, എൻ്റെ മക്കൾക്കൊന്നൊരു ഉയർച്ചയില്ലാതിരിക്കുന്നത്, എനിക്ക് വേണ്ടതുപോലെ ആത്മാവിൽ വളരാൻ പറ്റുന്നൊന്നുമില്ല. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് അവർക്കൊക്കെ എന്തോ അനുഗ്രഹമാണ്, എനിക്കതുപോലെ ഇപ്പോൾ ഉപവസിക്കാൻ പറ്റുന്നില്ല, ഞാൻ രോഗിയായിപ്പോയി, ഞാൻ എങ്ങനെ ഉപവസിക്കാനാണ് പാസ്റ്ററെ, അല്ലേ? ഇങ്ങനെ ചിന്ത. എനിക്ക് വേണ്ടതുപോലെ വചനം വായിക്കുവാനോ ധ്യാനിക്കുവാനോ എനിക്ക് കഴിയുന്നില്ല പാസ്റ്ററെ, ഞാൻ എൻ്റെ മക്കൾ പിന്നെ എങ്ങനെ അനുഗ്രഹിക്കപ്പെടും? ആകെ പ്രശ്നം പാസ്റ്ററെ. അതുകൊണ്ട് അവരെ കണ്ടോ, അവർക്ക് എപ്പോഴും നല്ല പ്രാർത്ഥിക്കാൻ കഴിയുന്നു, അവർക്ക് ഉപവസിക്കുവാൻ കഴിയുന്നു, അവരെപ്പോഴും ഉപവാസമാണ്, അവരെപ്പോഴും പ്രാർത്ഥനയാണ്, നല്ല വചനം അവർക്ക് അറിയാം, അതുകൊണ്ട് അവരുടെ മക്കൾക്കെല്ലാം നല്ല അനുഗ്രഹമാണ് പാസ്റ്ററെ, ഞാൻ ഇങ്ങനെ ആയിപ്പോയത്, അല്ലേ? ഇങ്ങനെ ഉത്കണ്ഠ. യെശയ്യാവ് 61:3, സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങളെന്നും യഹോവയുടെ നടുതല എന്നും പേരാകും. ഇപ്പോൾ സിയോനിൽ ദുഃഖിതന്മാരുണ്ടോ? ഇപ്പോൾ കർത്താവിൻ്റെ സിയോനിൽ, കർത്താവിൻ്റെ സഭയിൽ ദുഃഖിതന്മാരുണ്ടോ? കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പേർ ചൊല്ലി വിളിക്കപ്പെട്ട് ദൈവ സിയോനിലേക്ക് വന്നവർക്ക് എന്തിന് ദുഃഖം? ദുഃഖവും മുറവിളിയും വിട്ട് ഓടിപ്പോയി എന്ന് പറഞ്ഞിട്ട് ദുഃഖം എന്തിന്? സിയോനിലെ നിവാസികൾക്ക് ദുഃഖം എന്തിനാ? ആ സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീർ. എന്താ വെണ്ണീർ? ചാരം. അപ്പോൾ സിയോനിലെ ദുഃഖിതന്മാരിപ്പോൾ ഇവിടെ കിടക്കുക, കത്തി കരിഞ്ഞ് ചാരത്തിൽ കിടക്കുക, ചാരമായി കിടക്കുകയാണ്. കഷ്ടതയാലും ദാരിദ്ര്യത്താലും നിന്നയാലും അപമാനത്താലും കൂത്ത് കാഴ്ചയാലും നെഹമ്യാവ് 4-ാം അധ്യായത്തിൽ കാണുന്നത് പോലെ ചണ്ടി കൂമ്പാരമായി അവശേഷിക്കപ്പെട്ടിരിക്കുന്ന സിയോനിലെ തൻ്റെ വൃതന്മാർ. ദൈവരാജ്യത്തിൻ്റെ ഉന്നതമായ വ്യവസ്ഥ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളെ സ്വർഗീയമായ പദവിയിലേക്ക് നമ്മളെ ഒരുക്കി ശുദ്ധീകരിച്ച് കൊണ്ടുവരേണ്ടതിന് നമ്മളെല്ലാവരും തീയിലൂടെ കടന്നു പോകേണ്ടതാണ്. നമ്മൾ വായിച്ചു, സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും. ഇതെവിടെ കൊടുക്കാൻ പോകുന്നത്? ഇവിടെ വെണ്ണീര് മാറ്റിയിട്ട് ഇവിടെ ആർക്കെങ്കിലും കർത്താവ് അലങ്കാരമാല കൊടുക്കുന്നു? വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരുത്തൻ്റെ കഴുത്തിൽ ഒരു അലങ്കാരമാല ഇട്ടാൽ ഏവനതെടുത്ത് കളയാൻ കഴിയും. അപ്പോൾ എവിടെയാണ് അലങ്കാരമാല? സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിന് പകരം. ഇതെന്തൊരു ജീവിതമോ പാസ്റ്റേ! ചാകുന്നതാണ് നല്ലത്. കർത്താവ് നീ വന്നാൽ മതിയായിരുന്നു, ഇല്ലേ? കാരണം ചണ്ടിക്കൂമ്പാരമാണ്, വെണ്ണീറാണ്, കരിഞ്ഞ് ചാരമായി കിടക്കുകയാണെല്ലാം. ഇതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ് നല്ലത്. പക്ഷേ ആ വെളിപ്പാട് ഇതിന് പകരം കർത്താവ് എന്തൊരുക്കുകയാണ്? അലങ്കാരമാല. നമ്മൾ പാടാറുണ്ട്, പൊന്മണിമാലയവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം. പൊന്മണി മാല എനിക്ക് തരും ശുഭ്രവസ്ത്രം. കണ്ണുനീര് ആകെ ഒഴിഞ്ഞു പോകുന്ന 1000 ആണ്ട്. ജീസസ്, കണ്ണുനീര് മുഴുവനും ഒഴിഞ്ഞു പോകുന്ന 1000 ആണ്ട് വാഴ്ച ഇന്ന് സിയോനിലെ ദുഃഖിതന്മാർക്ക്, ഇന്ന് തൻ്റെ സഭയിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിന് പകരം അലങ്കാരമാല. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ക്ലേശങ്ങൾക്കും വെണ്ണീരിനും പകരം അലങ്കാരമാല. അടുത്തത്, ദുഃഖത്തിന് പകരം ആനന്ദ തൈലം. അപ്പോൾ സിയോനിലെ ദൈവജനത്തിന് ദുഃഖം ഉണ്ടോ? വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച ദൈവജനത്തിന് ദുഃഖം എങ്ങനെ? ആ ദുഃഖം എന്തിനായിട്ടാണ്? 1000 ആണ്ട് വാഴ്ചയിൽ ആനന്ദ തൈലം നമ്മുടെ മേൽ വീഴ്ത്തുവാൻ തക്കവണ്ണം നാം യോഗ്യതാപാത്രമായി തീരുന്ന സ്വർഗീയ വ്യവസ്ഥയാണ് സിയോനിലെ ദുഃഖം. ഇനി വിഷണ്ണ മനസ്സ്. നീ ദുഃഖിക്കുന്നത് എന്തിന്? അല്ലേ സ്ത്രീയെ, നീ കരയുന്നത് എന്തിന്?
യേശു അന്ന് നയീൻ പട്ടണത്തിൽ ആ സ്ത്രീയുടെ കണ്ണുനീർ ഒപ്പിക്കൊടുത്തത് എന്തിനായിട്ടാണ്? വരാൻ പോകുന്ന സ്വർഗീയ സിയോനിൽ ആയിരക്കണക്കിന് വിശുദ്ധ ജനതയുടെ കണ്ണുനീരിനെ തുടച്ച് വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാട. നമ്മളെ കാണുന്നവരെല്ലാവരും ദൈവത്തിന് സ്തുതി അർപ്പിക്കുവാൻ കഴിയുന്ന അവസ്ഥയിൽ ആയിരിക്കും നമ്മൾ 1000 ആണ്ട് വാഴ്ചയിൽ. ഓർത്തു കൊള്ളണം, നമ്മളെ മറ്റുള്ളവർ കാണുമ്പോൾ ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തുതി. പക്ഷേ ഇന്ന് നമ്മളെ കാണുമ്പോൾ ഒരു പക്ഷേ എല്ലാവർക്കും ഒന്നും ദൈവത്തിന് സ്തുതി പറയാൻ പറ്റത്തില്ലായിരിക്കാം. ആർക്കും പറയാൻ പറ്റാത്ത വിഷണ്ണ ഹൃദയവും ദുഃഖവും വെണ്ണീരും കൊണ്ടായിരിക്കാം നമ്മുടെ ജീവിതം. എന്നാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ആ സ്വർഗീയ സിയോനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാൻ. സ്തോത്രം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അതിനെ നമ്മളെ മഹത്വീകരിച്ച് നീതിവൃക്ഷങ്ങൾ എന്നും യഹോവയുടെ നടുത്തല, യഹോവ നട്ട നീതി വൃക്ഷങ്ങൾ എന്ന് പേര് പറയത്തക്കവണ്ണം അപാകതയില്ലാത്ത, അസ്വസ്ഥതകളില്ലാത്ത, വിടവുകളില്ലാത്ത, ശൂന്യതകൾ ഇല്ലാത്ത സമ്പുഷ്ടമായ ദൈവത്തിൻ്റെ നടുത്തല